ഇനി നമുക്ക് പഠിക്കാനുള്ളത് വുഡാണ്. എല്ലാവർക്കും വുഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഈ ഭാഗത്തേക്ക് സ്വാഗതം. എവിടെയാണ് നമ്മൾ വുഡ് ഉപയോഗിക്കുക? വുഡ് ബേസിക്കലി വില്ലിൻ്റെ പാസ്റ്റാണെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും ഒരു കാര്യം ചെയ്യുമായിരുന്നു എന്ന അർത്ഥത്തിൽ ഹാബിച്വൽ ആക്ഷൻസ്, എസ്പെഷ്യലി പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസ് പറയാനാണ് നമ്മൾ വുഡ് യൂസ് ചെയ്യുക. When I was a child, I would climb trees every morning. കുട്ടിയായിരുന്നപ്പോൾ എല്ലാ വൈകുന്നേരവും ഞാൻ മരത്തിൽ കയറുമായിരുന്നു. കുട്ടിയായിരുന്ന സമയത്ത് when I was a child, I would climb trees every morning. കുട്ടിയായിരുന്നപ്പോഴാണ്, പഴയ ഒരു ഹാബിച്വൽ ആക്ഷനാണ്. Grandpa would tell us stories after dinner. Would tell. അതെ, അത്താഴത്തിന് ശേഷം മുത്തച്ഛൻ ഞങ്ങൾക്ക് കഥകൾ പറഞ്ഞു തരുമായിരുന്നു. He would always help his classmates. അവൻ എപ്പോഴും സഹപാഠികളെ സഹായിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറയാൻ മനസ്സിലായില്ലേ? ഐ വുഡ്, ഞാൻ ചെയ്യുമായിരുന്നു. ഹി വുഡ്, അവൻ ചെയ്യുമായിരുന്നു. ഷീ വുഡ്, അവൾ ചെയ്യുമായിരുന്നു. ഗ്രാൻഡ് പാ വുഡ്, മുത്തച്ഛൻ ചെയ്യുമായിരുന്നു. മുത്തച്ഛൻ കഥകൾ പറയുമായിരുന്നു. മുത്തച്ഛൻ വുഡ് ടെൽ ദ സ്റ്റോറീസ്. മുത്തച്ഛൻ വുഡ് ടെൽ അ സ്റ്റോറീസ്. മുത്തച്ഛൻ ഞങ്ങൾക്ക് കഥകൾ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ വുഡ് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസ് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ. വുഡിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ടത് ഒരു കാര്യം ചെയ്യും അല്ലെങ്കിൽ ചെയ്യില്ല എന്ന ഡിറ്റർമിനേഷൻ പറയാൻ വേണ്ടി യൂസ് ചെയ്യും. ഐ വുഡ് നെവർ ഗിവ് അപ്പ്, ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഹി വുഡ് ഡു എനിത്തിങ് ടു സക്സീഡ്, ജയിക്കാൻ വേണ്ടി അവനൊന്നും ഹി വുഡ് ഡു എനിത്തിങ് ടു സക്സീഡ്, ജയിക്കാൻ വേണ്ടി അവൻ എന്തും ചെയ്യും. ഐ വുഡ് ലേൺ ഇംഗ്ലീഷ് ഈവൻ ഇഫ് ഇറ്റ് ടേക്സ് ഇയേഴ്സ്, വർഷങ്ങളെടുത്താലും ഞാൻ ഇംഗ്ലീഷ് പഠിക്കും. ഐ വുഡ് ലേൺ ഇംഗ്ലീഷ്. ഐ വുഡ്, ഐ വുഡ്, ഐ വുഡ്, ഹി വുഡ്, ഷീ വുഡ്. ആ വുഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡിറ്റർമിനേഷൻ, ഉറപ്പായിട്ടും ചെയ്യും എന്ന് പറയാൻ. ഐ വിൽ എന്ന് പറയുന്നതിനേക്കാൾ ഉറപ്പാണ് ഐ വുഡ് എന്ന് പറയുന്നതിന്. ഞാൻ പറഞ്ഞല്ലോ, ഐ ഷാളെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും, വലിയ ഉറപ്പൊന്നുമില്ല. ഐ വിൽ, നല്ല ഉറപ്പായിട്ടും ചെയ്യും. അതിനേക്കാൾ ഉറപ്പാണ് ഐ വുഡ്. മനസ്സിലായോ? അതുപോലെ തന്നെയാണ് ഈ വുഡ് എവിടെ വേണമെങ്കിലും. ഹി വുഡ്, അവൻ ചെയ്യും. ഷീ വുഡ്, അവൾ ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് സംഗതി. ഈ രണ്ട് കാര്യം പറയുന്നതിനകത്ത് ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. പഴയ ഇംഗ്ലീഷ് പ്രകാരം ഐ ഷാളാണെങ്കിൽ ഷീ വിൽ, ഷീ വിൽ, ഷീ വിൽ എന്ന് പറഞ്ഞാൽ അവൾ വരും, വലിയ ഉറപ്പില്ല. പക്ഷേ ഷീ ഷാൾ എന്ന് പറഞ്ഞാൽ നല്ല ഉറപ്പുണ്ട്. ഷീ ഷാൾ. ഐ വിൽ, ഷീ ഷാൾ, ദേ ഷാൾ, ഹീ ഷാൾ, ഐ വിൽ, വി വിൽ, നല്ല ഉറപ്പുണ്ട്. ഐ ഷാൾ, വലിയ ഉറപ്പില്ല. ഹീ വിൽ, ദേ വിൽ, ഷീ വിൽ, ഹീ വിൽ, വലിയ ഉറപ്പില്ല. പക്ഷേ ഐ വുഡ്, ഹീ വുഡ്, ഷീ വുഡ്, ദേ വുഡ് എന്നൊക്കെ പറയുമ്പോൾ നല്ല ഉറപ്പുണ്ട്. ഈ പറഞ്ഞ വില്ലിനേക്കാളും ഷാളിനേക്കാളും ഒക്കെ ഉറപ്പാണ്. അതിൻ്റെ വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ പറഞ്ഞ എക്സാമ്പിൾസ് മനസ്സിലായല്ലോ. ഐ വുഡ് ലേൺ ഇംഗ്ലീഷ് ഈവൻ ഇഫ് ഇറ്റ് ടേക്സ് ഇയേഴ്സ്, വർഷങ്ങളെടുത്താണ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കും. അത് വില്ലും ഷാളും വെച്ച് പറയുന്ന പോലെയല്ല, ഇതൊരു ഡിറ്റർമിനേഷനാണ്, ഉറച്ച തീരുമാനമാണ്. അപ്പോൾ അങ്ങനെ ഡിറ്റർമിനേഷൻസ് പറയാൻ ഉപയോഗിക്കുന്ന വേർഡ് ഏതാ? വുഡ്. മനസ്സിലായല്ലോ? യെസ്. ഇനി നമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്, ഡിസയേഴ്സ് പറയാൻ വേണ്ടിയിട്ട് വുഡ് ലൈക്കും വുഡ് ലവ് ഉപയോഗിക്കാം. ഇത് രണ്ട് ഫ്രേസാണ്. വുഡ് ലൈക്ക്, വുഡ് ലവ് എന്ന് പറയുന്ന രണ്ട് ഫ്രേസുകൾ പഠിക്കാം. ഐ വുഡ് ലൈക്ക് ടു ലേൺ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് പഠിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഐ വുഡ് ലൈക്ക് ടു ലേൺ ഇംഗ്ലീഷ്. അവൾ ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്നു. ഷി വുഡ് ലൈക്ക് ടു ബിക്കം എ ഡോക്ടർ. ഈ വുഡ് ലൈക്കിന് പകരം വുഡ് ലവ് ഉപയോഗിച്ചാലും മതി. ഒരു ദിവസം കാശ്മീർ സന്ദർശിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. They would love to visit Kashmir someday. They would love. So you can use either would love or would like. Got it? ഇത് ആഗ്രഹിക്കുന്നു എന്ന് പറയാനാണ് നമ്മൾ ഈ വുഡ് ഉപയോഗിക്കുന്നത്. ഇനി വുഡിൻ്റെ മറ്റൊരു ഉപയോഗമാണ് താല്പര്യപ്പെടുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയാൻ വേണ്ടി, പ്രിഫറൻസ് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം.
ഈ പ്രിഫറൻസ് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, വുഡിൻ്റെ കൂടെ റാദർ കൂടി ഉപയോഗിക്കും. ഓക്കെ, വുഡ് റാദർ. അപ്പോൾ നേരത്തെ വുഡ് ലൈക്ക്, വുഡ് ലവ് പോലെ വുഡ് റാദർ. വി വുഡ് റാദർ ടേക്ക് ദ ട്രെയിൻ. ഞങ്ങൾ ട്രെയിനിന് പോകാനാണ് ആഗ്രഹിക്കുന്നവർ, ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. ഇത് സ്വയം ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ഐ വുഡ് റാദർ ഡു ഇറ്റ് മൈ സെൽഫ്. പാട്ട് കേൾക്കാനാണ് എനിക്കിഷ്ടം. ഷീ വുഡ് റാദർ ലിസൺ ടു മ്യൂസിക്. പാട്ട് കേൾക്കാനാണ് അവൾക്കിഷ്ടം, എനിക്കല്ല, അവൾക്കിഷ്ടം. പാട്ട് കേൾക്കാനാണ് അവൾക്കിഷ്ടം. ഷീ വുഡ് റാദർ ലിസൺ ടു മ്യൂസിക്. പാട്ട് കേൾക്കാനാണ് എനിക്കിഷ്ടം. ഐ വുഡ് റാദർ ലിസൺ ടു മ്യൂസിക്. പാട്ട് കേൾക്കാനാണ് അവനിഷ്ടം. ഹീ വുഡ് റാദർ ലിസൺ ടു മ്യൂസിക്. അപ്പോൾ വുഡ് റാദർ ഇതിൻ്റെ കൂടെ പഠിക്കണം. വുഡ് ലൈക്ക്, വുഡ് ലവ്, ഇപ്പോൾ ഇതാ വുഡ് റാദർ. ഇത് മറ്റൊരു ഫ്രേസാണ്. ഇനി നമുക്ക് പൊളൈറ്റ് റിക്വസ്റ്റ് നടത്താൻ വേണ്ടി വില്ല് ഉപയോഗിക്കാം. വിൽ ഫോർ റിക്വസ്റ്റ്. എന്നാൽ പൊളൈറ്റ് റിക്വസ്റ്റിനാണെങ്കിൽ വുഡ് ഫോർ പൊളൈറ്റ് റിക്വസ്റ്റ്. അതായത് വിൽ യു കം വിത്ത് മീ, നീ എൻ്റെ കൂടെ വരാമോ? എന്നാൽ അത് വളരെ പൊളൈറ്റ് അല്ലാതെ ജസ്റ്റ് നീ എൻ്റെ കൂടെ വരുമോ, വിൽ യു കം വിത്ത് മീ. നീ എൻ്റെ കൂടെ വരുമോ, വിൽ യു കം വിത്ത് മീ. പക്ഷെ നീ എൻ്റെ കൂടെ വരാമോ, പൊളൈറ്റ്നെസ് ആണ്. വുഡ് യു കം വിത്ത് മീ. ഉപ്പ് എനിക്ക് തരാമോ, വുഡ് യു പാസ് മീ ദ സോൾട്ട്. വിവരങ്ങൾ എനിക്ക് അയക്കാമോ, വുഡ് യു സെൻഡ് മീ ദ ഡീറ്റെയിൽസ്. അപ്പോൾ എന്താ നമ്മൾ പഠിച്ചത്? പൊളൈറ്റ് റിക്വസ്റ്റസ് പറയാൻ എന്ത് ചെയ്യാം? വുഡ് ഉപയോഗിക്കാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ ഇന്ന് നമ്മൾ വുഡും വില്ലും പഠിച്ചു കഴിഞ്ഞു, വുഡും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മോഡൽ വെർബാണ് പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.